Please like and share this video. Please give your valuable comments. Hello friends, welcome to SAT, Senders Tuition Center Marathumadi and Puthanbeligara, free education to all. Please subscribe to our YouTube channel for new updated videos and also visit sendextintuition.blogspot.in. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സർക്കിളിനെ കുറിച്ചും അതിൻ്റെ ഒരു തിയറിയും പഠിച്ചു. നമ്മൾ സർക്കിൾ പാർട്ട് 2-ൽ കുറച്ച് പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇതിന് മുന്നേ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം വീഡിയോ കാണുക. പ്ലീസ് വാച്ച് പാർട്ട് 1 ബിഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, first problem number 1. In triangle ABC we have angle A is equal to 60 degree, angle B is equal to 70 degree. Is the vertex C inside or outside the circle with the diameter AB? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ത്രികോണം എ ബി സിയിൽ ആംഗിൾ എ സമം 60 ഡിഗ്രിയും ആംഗിൾ ബി സമം 70 ഡിഗ്രിയുമാണ്. സി എന്ന ശീർഷം എ ബി വ്യാസമായ വൃത്തത്തിനകത്താണോ അതോ പുറത്താണോ? ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് അനലൈസ് ചെയ്യാം. ട്രയാംഗിൾ എ ബി സി, ഒരു ത്രികോണമുണ്ട്, അതിൻ്റെ പേരെന്താണ്? എ ബി സി. ഓക്കെ, ഇവിടെ എ, ഇവിടെ നമുക്ക് ബി, ഇവിടെ സി. ഓക്കെ, അതിനകത്ത് ആംഗിൾ എ സിക്കൽ 60 ഡിഗ്രി, അപ്പോൾ നമുക്ക് ആംഗിൾ എ അടയാളപ്പെടുത്താം 60 ഡിഗ്രി. ആംഗിൾ ബി സിക്കൽ 70 ഡിഗ്രി, ആംഗിൾ ബി സിക്കൽ 70 ഡിഗ്രി. സി എന്ന ശീർഷം എ ബി വ്യാസമായ വൃത്തത്തിനകത്തോ പുറത്തോ? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇത് വൃത്തത്തിനകത്താണോ പുറത്താണോ എന്ന് അറിയണം. എപ്പോൾ? എ ബി നമ്മൾ വ്യാസമാക്കിയിട്ടുണ്ട്. വ്യാസം എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ. എ ബി നമ്മൾ വ്യാസമാക്കിയിട്ട് എയിലൂടെയും ബിയിലൂടെയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കുകയാണ്. ഇങ്ങനെ വൃത്തം വരയ്ക്കുമ്പോൾ സി, ഇപ്പോൾ ഞാൻ വരച്ചപ്പോൾ സി എന്താണ്? പുറത്താണ്. അത് ഞാൻ വരച്ചാൽ കറക്റ്റ് വൃത്തവുമല്ല. നമ്മുടെ ചോദ്യം അതാണ്, വൃത്തം വരയ്ക്കുകയാണെങ്കിൽ സി പുറത്താണോ അതോ ചിലപ്പോൾ സി അകത്താണോ അതോ സി ഈ വൃത്തത്തിലാണോ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു തിയറി പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ കോൺ നമ്മൾ കണ്ടുപിടിക്കണം. ഈ കോണ് കണ്ടുപിടിക്കുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിനേക്കാളും ചെറുതാണെങ്കിൽ പുറത്ത്, വൃത്തത്തിനെ പുറത്ത്. ഇപ്പോൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ, 90 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ വൃത്തത്തിന് പുറത്തും, 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിലോ വൃത്തത്തിനെ അകത്തുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇറ്റ് ഈസ് വെരി സിമ്പിൾ കണക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു ട്രയാംഗിൾ എല്ലാ ആംഗിളും കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 ഡിഗ്രി കിട്ടും. അപ്പോൾ നമുക്ക് ആംഗിൾ 60, ടോട്ടൽ 180 ഡിഗ്രി. അപ്പോൾ 180യിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി? 180 മൈനസ് 60, ഈ ആംഗിൾ പ്ലസ് എന്താണ്? 70. സോ ദിസ് ഈസ് ആംഗിൾ സി. ഓക്കെ, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് രണ്ടോടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 12, 13, 130. ഓക്കെ, സോ ദ ആൻസർ ഈസ് 50 ഡിഗ്രി. വെരി സിമ്പിൾ. ഇത്രയും ഇവിടെ വരാം, 50 വരുമ്പോൾ 50 അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. അതായത് 90 ഡിഗ്രിനേക്കാളും കുറവാണ് ആംഗിൾ എങ്കിൽ, സപ്പോസ് നമ്മൾ ഇതാണ് എ ബി, ഇത് നമ്മൾ വ്യാസമായിട്ട്, വൃത്തത്തിൻ്റെ വ്യാസമായിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ വ്യാസമാകുമ്പോൾ വൃത്തം എന്തായാലും അതിലൂടെ കടന്നു പോകും അല്ലേ? ബാക്കി ഈ മൂന്നാമത്തെ ആംഗിൾ 90 ഡിഗ്രിയിൽ കുറവാണെങ്കിൽ ഔട്ട്, വൃത്തത്തിനെ പുറത്തായിരിക്കും. നോക്കിക്കോളൂ, ഉണ്ടോ? 90 ഡിഗ്രിയിൽ കുറവായതുകൊണ്ട് ഈ ആംഗിൾ 90 ഡിഗ്രിനേക്കാളും കുറവായതുകൊണ്ട് ഇത് വൃത്തത്തിനെ പുറത്താണ്. ഓക്കെ, നമ്മളിവിടെ എയും ബിയും എന്താണ്? വൃത്തത്തിനെ അകത്തുമാണ്. ഓക്കെ, ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലം നമ്പർ 2. Prove that if a pair of opposite angles of a quadrilateral are right, then a circle can be drawn through all 4 of its vertices. ഒരു ചതുർഭുജത്തിന്റെ ഒരു ജോഡി എതിർകോണുകൾ മട്ടമാണെങ്കിൽ അതിന്റെ 4 മൂലകളിൽ കൂടിയും കടന്നു പോകുന്ന ഒരു വൃത്തം വരയ്ക്കാൻ കഴിയുമെന്ന് തെളിയിക്കുക. ഓക്കെ, എന്താണ് ചോദിച്ചിരിക്കുന്നത്? അതായത് നമ്മളിപ്പോൾ ഒരു ചതുർഭുജം, അതായത് ഒരു 4 വശമുള്ള എന്തിൻ്റെയും ചതുർഭുജം എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ 90 ഡിഗ്രി വെച്ചിട്ടുണ്ടെങ്കിൽ, റൈറ്റ് ആണെങ്കിൽ, അതായത് 90 ഡിഗ്രി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ 4 മൂലകളിലൂടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വൃത്തം വരയ്ക്കാൻ പറ്റുമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ക്ലിയർ? അപ്പോൾ കൺസിഡർ എ ബി ഡയാമീറ്റർ. എ ബി ഡയാമീറ്റർ ആണ്. ഓക്കെ, then we know that
ദിസ് ആംഗിൾ പി is equal to 90 ഡിഗ്രി. ആംഗിൾ പി എന്തായിരിക്കും? 90 ഡിഗ്രി. കാരണം നമുക്കറിയാം അർദ്ധവൃത്തത്തിലെ കോൺ ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ 90 ഡിഗ്രി ഉണ്ടെങ്കിൽ ആംഗിൾ പി എവിടെയായിരിക്കും? വൃത്തത്തിലാണ് അല്ലേ? ദെൻ ഡ്രോ അനദർ ട്രയാങ്കിൾ. സപ്പോസ് ദിസ് വൺ ABPQ. ഇതും എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. കാരണം എന്താ? അടുത്ത അർദ്ധവൃത്തത്തിലേക്കോ അല്ലേ? ആംഗിൾ Q ഈക്വൽ ടു എന്താണ്? 90 ഡിഗ്രി. അപ്പോൾ നമ്മൾ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്. എന്താണ് തിയറി 1? ഒരു അർദ്ധവൃത്തത്തിലെ എല്ലാ കോണുകളും എത്ര ഡിഗ്രി വെച്ചുണ്ടാവും? 90 ഡിഗ്രി. The ends of the diameter of a circle are joined to any point on the circle. Then what we get is a right angle. വൃത്തത്തിലെ ഒരു വ്യാസത്തിന്റെ അറ്റങ്ങൾ വൃത്തത്തിലെ മറ്റേതൊരു ബിന്ദുവുമായി യോജിപ്പിച്ചാൽ കിട്ടുന്നത് മട്ടകോണാണ്. അപ്പോൾ ആ തിയറി വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, നമ്മളിവിടെ വരച്ച ആംഗിൾ Q, ഈ Q എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. AB നമ്മൾ വ്യാസമായി എടുത്തതുകൊണ്ട് എയും ബിയും എവിടെ തന്നെയാണ്? വൃത്തത്തിൽ തന്നെയാണ്. സോ ഫ്രം ദിസ് ഫിഗർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് AQBP എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ, അതായത് ചതുർഭുജം എവിടെയാണ്? വൃത്തത്തിലാണ്. ബിക്കോസ് എയും ബിയും എന്താണ്? ഡയാമീറ്റർ ആണ്. ഡയാമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാസം. വ്യാസമാണെങ്കിൽ അതിന് രണ്ട് ബിന്ദുക്കൾ കൂടി എന്ത് കടന്നു പോകും? വൃത്തം കടന്നു പോകും. അതുപോലെ പിയും ക്യൂവും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. എവിടെയാണ് നമ്മൾ എത്ര ഡിഗ്രി വെച്ചാണ് വേണ്ടത്? Problem number 3. In the quadrilateral ABCD, we have AB is equal to 3 cm, BC is equal to 4 cm, AC is equal to 5 cm, angle A is equal to 120 degree, angle C is equal to 70 degree. If we draw the circle with AC as diameter, which of the four vertices of ABCD would be inside the circle? Which of them would be outside the circle? Is any vertex on the circle? What about the circle with the BD as diameter? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇൻ ദ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ചതുർഭുജം ABCD. നമുക്കിപ്പോൾ ഒരു ചതുർഭുജം വരയ്ക്കാം. ABCD, ABCD. Clear? We have AB is equal to 3 cm, so this is 3 cm. Then BC is equal to 4 cm, 4 cm. AC is equal to 5 cm. അപ്പോൾ ഇത് ജോയിൻ ചെയ്യണം. AC is equal to 5 cm. ആംഗിൾ A is equal to 120 ഡിഗ്രി. ഈ ആംഗിൾ എത്രയാണ്? 120 ഡിഗ്രി. ക്ലിയർ? ആംഗിൾ C is equal to 70 ഡിഗ്രി. ഈ ആംഗിൾ 70 ഡിഗ്രി. If we draw the circle with the AC as diameter എന്ന് പറഞ്ഞാൽ AC ഡയാമീറ്റർ ആയിട്ട് നമ്മളൊരു സർക്കിൾ വരയ്ക്കാം. ACയിലൂടെ കടന്നു പോകണം. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോർ വെർട്ടിസസ് ഓഫ് ABCD? അങ്ങനെയെങ്കിൽ D എന്ന് പറയുന്നത് വൃത്തത്തിലായിരിക്കോ, വൃത്തത്തിന് പുറത്തായിരിക്കോ, വൃത്തത്തിനകത്തായിരിക്കോ? അതുപോലെ B എന്ന് പറയുന്നത് വൃത്തത്തിന് പുറത്തായിരിക്കോ, അകത്തായിരിക്കോ? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ BD, അപ്പോൾ അത് കണ്ടുപിടിച്ചതിന് ശേഷം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് BD ആസ് ഡയാമീറ്റർ. അതിനുശേഷം നിങ്ങൾ BD ഡയാമീറ്റർ ആയിട്ട് എടുത്തിട്ട് BD ജോയിൻ ചെയ്യുക. എന്നിട്ട് എടുത്തിട്ടൊരു വൃത്തം വരയ്ക്കണം. അപ്പോൾ ഏതെങ്കിലും പോയിന്റുകൾ വൃത്തത്തിന് പുറത്താവുമോ അതോ അകത്താവുമോ എന്നാണ് ചോദ്യം. ഓക്കെ. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ABCD എന്ന ചതുർഭുജത്തിൽ AB 3 cm, BC 4 cm, AC 5 cm, കോൺ A 120 ഡിഗ്രി, കോൺ C 70 ഡിഗ്രി. ഈ ചതുർഭുജത്തിന്റെ ഏതൊക്കെ മൂലകളാണ് AC വ്യാസമായ വൃത്തത്തിന് പുറത്തുള്ളത്? അപ്പോൾ ആദ്യം AC വ്യാസമായിട്ട് എടുക്കണം. ഏതൊക്കെയാണ് അകത്ത്? വൃത്തത്തിൽ തന്നെ എന്തെങ്കിലും ശേഷമുണ്ടോ? BD എന്ന വികരണം വ്യാസമായ വൃത്തത്തിലോ? അതായത് BD എന്ന് എടുത്തിട്ട് രണ്ടാമത് ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്യാം. അപ്പോൾ നോക്കാം. ABCD എന്ന ചതുർഭുജം. ഇപ്പോൾ ഇത് ABCD എന്ന ചതുർഭുജമാണ്. അതിനകത്ത് AB സമം 3 cm. അപ്പോൾ AB 3 cm. പിന്നെ പറയുകയാണെങ്കിൽ BC സമം 4 cm. അപ്പോൾ BC 4 cm. പിന്നെ AC സമം 5 cm. അപ്പോൾ A മുതൽ C വരെ ജോയിൻ ചെയ്യണം. AC എത്രയാണ്? 5 cm. കോൺ AC 120. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ 120 ഡിഗ്രി. കോൺ C 70 ഡിഗ്രി. അപ്പോൾ ഇവിടെ ഒരു ആംഗിൾ എടുക്കുക. കോൺ C 70 ഡിഗ്രി. ഇത്രയും തന്നിട്ടുള്ളത്.
ഈ ചതുർഭുജത്തിന്റെ ഏതൊക്കെ മൂലകളാണ് AC വ്യാസമായ വൃത്തത്തിന് പുറത്തുള്ളത്? AC വ്യാസം, അതായത് ഈ എയിലൂടെ നമ്മൾ വൃത്തം വരയ്ക്കുമ്പോൾ എയിലൂടെയും സിയിലൂടെയും കടന്നു പോകണം. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ വൃത്തം ഇങ്ങനെ പോയി അവസാനം കൂട്ടിമുട്ടല്ലോ, ഇങ്ങനെ വൃത്താവുമല്ലോ. അപ്പോൾ ഈ ഡി എന്ന് പറഞ്ഞ പോയിന്റ് വൃത്തത്തിന് പുറത്താണോ അകത്താണോ, അതോ ബി എന്ന പോയിന്റ് വൃത്തത്തിന് പുറത്താണോ അകത്താണോ, അത് വൃത്തത്തിലാണോ? ഇതൊന്നും നമുക്കറിയില്ല. അതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. വൃത്തത്തിന് പുറത്തുള്ളത് ആരൊക്കെയാണ്, അകത്തുള്ളത് ആരൊക്കെയാണ്, ഈ വൃത്തത്തിൽ തന്നെ ആരെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ ഇത് വരച്ചേക്കണത് നോക്കുമ്പോൾ എല്ലാവരും വൃത്തത്തിലാണല്ലേ? അങ്ങനെയല്ല, നമ്മൾ പഠിച്ച തിയറി ഉപയോഗിച്ച് കണ്ടെത്തണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ഈ ആംഗിളും അറിയില്ല, ഈ ആംഗിളും അറിയില്ല. ഇത് രണ്ടും എന്ത് ചെയ്യേണ്ടി വരും? കണ്ടെത്തേണ്ടതായിട്ട് വരും. എന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം 90 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ വൃത്തത്തിനെ ഔട്ട്. ഓക്കെ, 90 ഡിഗ്രിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണ്? ഇൻ, വൃത്തത്തിനകത്ത്. ഇനി 90 ഡിഗ്രി ആണെങ്കിലോ വൃത്തത്തിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ തിയറി. വൃത്തത്തിന് പുറത്താണെങ്കിൽ 90 ഡിഗ്രിനേക്കാളും കുറവ്, വൃത്തത്തിനകത്താണെങ്കിൽ 90 ഡിഗ്രിനേക്കാളും കൂടുതൽ. അപ്പോൾ നമുക്ക് എന്ത് വേണം? നമുക്ക് ഈ ആംഗിൾ കണ്ടുപിടിക്കണം, അതുപോലെ ഈ ആംഗിൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഈ ആംഗിൾ കണ്ടുപിടിക്കാൻ ഒരു ഹിന്റ് ഇവിടെ ഉണ്ട്, കണ്ടോ? ഇവിടെ എത്രയാണ്? 3 സെന്റിമീറ്റർ, എത്രയാണ്? 4 സെന്റിമീറ്റർ, എത്രയാണ്? 5 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ട്രയാംഗിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടുത്തെ എ ബി സ്ക്വയർ പ്ലസ് BC ഉണ്ടോ? BC സ്ക്വയർ എന്ന് പറഞ്ഞത് 3 സ്ക്വയർ പ്ലസ് എന്താണ്? 4 സ്ക്വയർ ഈക്വൽ ടു 9 പ്ലസ് 16 സമം 25 ആണ്. ഓക്കെ, ഈ 25ന്റെ റൂട്ടാണ് ആര്? ഈ പറയുന്ന AC. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടില്ലേ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ കർണ്ണ സ്ക്വയർ, ദിസ് ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെയും സ്ക്വയറുകളുടെ തുകയുടെ വർഗ്ഗമാണ്. അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം, അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം. സോ അക്കോർഡിംഗ് ടു പൈതഗോറസ് തിയറം ദിസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി. കാരണം ഇതിന്റെ ബേസ് സൈഡും പെർപെൻഡിക്കുലർ സൈഡും, അതിന്റെ പാദവും ലംബവും തമ്മിൽ അതിന്റെ സ്ക്വയർ എടുത്ത് നമ്മൾ കൂട്ടി, എന്നിട്ട് അതിന്റെ റൂട്ട് എടുത്തപ്പോൾ എന്ത് കിട്ടി? മൂന്നാമത്തെ സൈഡ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് റൈറ്റ് ആംഗിൾ ആയിരിക്കും, ഒരു 90 ഡിഗ്രിയുള്ള ആംഗിൾ ആയിരിക്കും, ത്രികോണമായിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 90 ഡിഗ്രി ആണെങ്കിൽ എന്താണ്? വൃത്തത്തിൽ തന്നെ. എവിടെയാണ്? വൃത്തത്തിൽ തന്നെ. ഉണ്ടോ? സോ ബി ആണ് വൃത്തത്തിൽ തന്നെ വരുന്നത്. ക്ലിയർ? ഓക്കെ, ഇവിടെ എത്രയായിരിക്കും? അപ്പോൾ ഇത് 90 ഡിഗ്രി ഉണ്ട്. നമുക്കറിയാം ഒരു ചതുർഭുജത്തിൽ എല്ലാ കോണുകളും കൂട്ടിയാൽ 360 കിട്ടണം. എത്ര കിട്ടണം? 360. അതെങ്ങനെ കിട്ടും? കാരണം ഇതൊരു ട്രയാങ്കിൾ. നോക്കിയേ, ഇതൊരു ട്രയാങ്കിൾ കണ്ടോ? ഒരു ട്രയാങ്കിളിൽ എത്ര ഉണ്ടാവും? 150 ഡിഗ്രി. ഈ ട്രയാങ്കിളിൽ എത്ര ഉണ്ടാവും? 150 ഡിഗ്രി. അപ്പോൾ ഒരു ചതുർഭുജം എന്ന് പറയുന്നത് 2 ട്രയാങ്കിൾ ചേർന്നാണ്, 2 ത്രികോണം ചേർന്നാണ്. അപ്പോൾ 150 പ്ലസ് 150 360. അതായത് ഈ കോണും ഈ കോണും ഇതും 4 കോണും കൂടി കൂട്ടി എത്ര കിട്ടണം? 360. ഇപ്പോൾ നമുക്ക് 90 ഡിഗ്രി അറിയാം, 70 അറിയാം, 120 അറിയാം. നമുക്കതെല്ലാം കൂട്ടാം. സോ 120 പ്ലസ് 90 പ്ലസ് 70, അതെല്ലാം കൂടി കൂട്ടുമ്പോൾ 0, 9 7 16, 17 18 8, ശിഷ്ടം 1, സോ 2, 280. സോ 360 മൈനസ് 280, അത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 80 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഈ തേർഡ് ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു 80 ഡിഗ്രി. ഓക്കെ, ഈ 80 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാളും എന്താണ്? യെസ്, കുറവാണ്. 90 ഡിഗ്രിനേക്കാളും കുറവാണെങ്കിൽ ഔട്ട്, വൃത്തത്തിന് പുറത്ത്. മനസ്സിലായോ? സോ വൃത്തത്തിന് പുറത്തുള്ളത് ആരാണ്? ഡി. ഓക്കെ, പുറത്തുള്ളത്. ഓക്കെ, അകത്ത് ആരെങ്കിലും ഉണ്ടോ? അകത്ത് ആരുമില്ല. പിന്നെ വൃത്തത്തിൽ ആരൊക്കെ ഉണ്ട്? സി, എ, ബി. ഓക്കെ, ക്ലിയർ? കണ്ടോ? വൃത്തത്തിന്റെ പുറത്ത് ഡി എന്ന് പറഞ്ഞ പോയിന്റ്, വൃത്തത്തിൽ തന്നെയുള്ളത് എയും ബിയും സിയും. ക്ലിയർ? അതിനൊപ്പം തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ബി ഡി ആണ് നമ്മൾ ഡയാമീറ്റർ ആയിട്ട് വരയ്ക്കുന്നതെങ്കിൽ, ബി ഡി. അപ്പോൾ നമ്മൾ എന്ത് പറയും? ബി ഡി ആണ് ഡയാമീറ്റർ ആണ് വരയ്ക്കുകയെങ്കിൽ ഇറ്റ്സ് വെരി സിമ്പിൾ.
ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എന്താണ് ഇത് 70 ഡിഗ്രിയാണ്. 70 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിനേക്കാളും കുറവാണ് വൃത്തത്തിന് പുറത്ത്. ഇത് 120 ഡിഗ്രിയാണ്. ഇത് 90 ഡിഗ്രിനേക്കാളും കൂടുതലാണ്. സോ ഇത് വൃത്തത്തിന് അകത്ത്. ഇത് രണ്ടും എന്താണ് ഡയാമീറ്റർ ആയതുകൊണ്ട് ആ 2 പോയിന്റും വൃത്തത്തിൽ തന്നെ. ഓക്കെ, ക്ലിയർ? വൃത്തത്തിന് പുറത്തുണ്ട്, ഇവിടെ അകത്തുണ്ട്. വൃത്തത്തിൽ തന്നെ 2 പോയിന്റുകളുണ്ട്. ഓക്കെ, താങ്ക് യു. Please subscribe to our YouTube channel for new updated videos. Thank you once again.